താങ്കൾ ബാബുരാജിനെതിരായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലുണ്ട്. അത് രേഖാമൂലം എഴുതി ഒരു പരാതിയായി തന്നെ നൽകാനാണോ തീരുമാനം? FIR രജിസ്റ്റർ ചെയ്യാൻ അന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. അവരെന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായി ഞാൻ മറുപടി കൊടുക്കും. FIR കൊടുക്കാൻ ഇതുവരെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി അദ്ദേഹം എനിക്കെതിരെ പ്രശ്നങ്ങളായിട്ട് വരികയാണ്, തീർച്ചയായും ഞാൻ ബാബുരാജ് സാറിനെ വെല്ലുവിളിക്കുകയാണ്. അയാൾ ഇങ്ങനെ ഒരു കാര്യം നിരസിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മുന്നിൽ പത്രസമ്മേളനമായിട്ട് ചെന്ന് എനിക്ക് ഈ വിഷയം അവതരിപ്പിക്കാൻ യാതൊരു മടിയുമില്ല. ആരുടെയും പൈസ മേടിച്ചിട്ടോ ആരുടെയും ശുപാർശ കൊണ്ടോ അല്ല ഞാൻ ഈ വിഷയം വെളിപ്പെടുത്തിയിട്ടുള്ളത്. സിനിമാ മേഖലയിലുള്ള ഈ ഗുരുതരമായ പ്രശ്നത്തിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്റെ വിഷയങ്ങൾ ഞാൻ അവതരിപ്പിക്കും. ബാബുരാജ് പറയുന്നത് വെറുതെ ഇത്തരത്തിലുള്ള ആർക്കും ആരെക്കുറിച്ചും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാമല്ലോ. അവർക്കൊക്കെ അവരുടേതായ പല താല്പര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ സാമ്പത്തിക താല്പര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ സിനിമയിൽ അവസരം കിട്ടാത്തതിന്റെ വിഷമമായിരിക്കാം. ഇപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഒരു വീട് പോലും ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതോടൊപ്പം കോവിഡിന്റെ സമയമാണ്, അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് എവിടെയുണ്ട്, അല്ലെങ്കിൽ താങ്കൾ ആ സമയത്ത് എവിടെയുണ്ട് എന്നൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടും ഇപ്പോഴും താങ്കളെ പൂർണ്ണമായിട്ട് തള്ളിക്കൊണ്ടാണ് ബാബുരാജ് സംസാരിക്കുന്നത്. പൂർണ്ണമായും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അവിടെ നിന്നോട്ടെ. നടന്ന സംഭവം നമുക്കിപ്പോ ആരെപ്പറ്റി എന്തും ആരോപണം നടത്തേണ്ട യാതൊരു കാര്യവുമില്ല. നിലവിൽ സിനിമയിൽ ഇപ്പൊ നിൽക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് അവസരം കിട്ടാത്തതിന്റെ പേരിലോ ആരിലും പൈസ തന്നതിന്റെ പേരിലോ ഒന്നും എനിക്കിപ്പോ അയാൾക്കെതിരെ വൈരാഗ്യബുദ്ധി വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനിപ്പോ സിനിമയിൽ ഇല്ലാത്ത ആളാണ്, സിനിമ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഇപ്പോ അന്ന് സിനിമ ആഗ്രഹിച്ചിരുന്നു. പിന്നെ പരിപൂർണമായും ആത്മവിശ്വാസത്തോടെ ഇത് നിരസിക്കുന്നു എങ്കിൽ വെള്ളപ്പൊക്കം വന്നിട്ടായിക്കോ എന്തായിക്കോട്ടെ, നമുക്ക് കൃത്യമായ കാര്യങ്ങൾ പറയാൻ കഴിയുമല്ലോ. ആരുടെയും ഒന്നും വാങ്ങിയിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. അയാൾക്കെതിരെയുള്ള ഒരു ആരോപണം എന്ന് വെച്ചാൽ അയാൾ ചെയ്ത ഒരു കുറ്റകൃത്യം ഞാൻ വെളിപ്പെടുത്തിയെന്നേ ഉള്ളൂ. കാരണം സിനിമയിൽ പല നടന്മാരും നായകന്മാരുടെ എല്ലാവരെയും പറ്റി ആരും ഒന്നും പറയുന്നില്ല. അവര് നേരിട്ട അനുഭവങ്ങൾ ആരിൽ നിന്നുണ്ടായ അവരെ പറ്റിയേ പറയുന്നുള്ളൂ. പൊതുവെ ഇപ്പം അമ്മ സംഘങ്ങളിലെ പല ആൾക്കാരും പറയുന്നുണ്ട് ആരെ പറ്റി ആരോപണം പറയാം, എന്താണ് നിഷ്കളങ്കരായ തെറ്റ് ചെയ്യാത്തവരെ ഇതിൽ പെടുത്താൻ പറ്റും. അങ്ങനെ ചെയ്തിട്ട് എന്ത് നേടാൻ ആർക്കാ ഉള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ കൃത്യമായ ഒരു പരാതി എഴുതി കൊടുത്തും തെളിവ് മൊഴിയോടൊപ്പം തെളിവുകളും കൂടി ഹാജരാക്കി പോവുകയാണെങ്കിലല്ലേ ഇതിനൊക്കെ ഒരു മാറ്റം വരും. ഈ ഒരു വിഷയത്തിൽ അങ്ങനെ തന്നെയല്ലേ താങ്കൾ ചെയ്യേണ്ടത്? കൃത്യമായ ഇത് എഴുതി കൊടുത്ത് FIR കൊടുക്കാൻ ഭയം ഉണ്ടായിട്ടൊന്നുമല്ല. അതായത് എനിക്കിപ്പോ യാതൊരു ഭയവുമില്ല. ഓൾറെഡി നേരത്തെ ഭയപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ യാതൊരു ഭയവുമില്ല. കാരണം എനിക്ക് ധൈര്യമായിട്ട് എന്തിനും പ്രതികരിക്കാൻ എന്റെ കൂടെ എന്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ FIR കൊടുക്കാനതിന്റെ കാരണം ഞങ്ങൾ നിലവിൽ കേരളത്തിൽ എപ്പോഴും ഉണ്ടാവാറില്ല, നാട്ടിൽ ഉണ്ടാവാറില്ല. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഇപ്പൊ പ്രതികരിക്കാനും ഇതിനൊന്നും കേസ് കൊടുക്കാൻ നിൽക്കണ്ട, ഒരവസരം വരുമ്പോൾ നമുക്കിത് വെളിപ്പെടുത്താമെന്നാണ് പറഞ്ഞിരുന്നത്. ഇനി കേസ് കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ട് വേണം അത് ആവശ്യമാണെങ്കിൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നതിനെ പറ്റിയൊക്കെ ഒന്ന് നിഗമനം നടത്താനായിട്ട്. ശരി, താങ്കൾ ഈ ഒരു വിഷയം ഇപ്പോൾ ഉന്നയിക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു, ഇപ്പോൾ അദ്ദേഹം ജോയിന്റ് ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ. ജോയിന്റ് സെക്രട്ടറിയാണ് ഇപ്പോൾ ബാബുരാജ്. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കഴിഞ്ഞ ദിവസം വലിയൊരു ആരോപണത്തെ തുടർന്ന് സിദ്ദീഖ് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇനി ചേരുന്ന അടുത്ത കമ്മിറ്റികളിൽ ബാബുരാജിനെ ആ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു പേര് തന്നെയാണ് പറഞ്ഞ് കേൾക്കുന്നത്. അതുതന്നെയാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു കൃത്യമായ ഒരു വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വരാനുള്ള ധൈര്യം തന്നത്, അല്ലെങ്കിൽ അങ്ങനെ തോന്നാൻ കാരണം? അദ്ദേഹം പറയുന്നുണ്ട് അയാള് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നതിനോട് എതിർപ്പുള്ളത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അയാളെ പറ്റി ഒരു ആരോപണം പറയുന്നതെന്ന്. പക്ഷെ നമ്മളെല്ലാവരും ഓരോ അവസരം വരുമ്പോ ഏത് സാഹചര്യത്തിലാണോ പറയേണ്ടത് അപ്പോഴാണല്ലോ പറയുന്നത്. ഇപ്പൊ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അയാള് യോഗ്യനല്ല എന്ന് എനിക്ക് തോന്നിയതിന്റെ പേരിലാണ് എനിക്കുണ്ടായ അനുഭവം ഞാൻ ഇത് തുറന്നു പറഞ്ഞത്. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കാണുന്ന ഇപ്പോൾ ഒരു താങ്കൾ തന്നെ കാണുന്നുണ്ടാവും, ഈ കൃത്യമായ വെളിപ്പെടുത്തൽ നടത്തുന്ന കമന്റ് ബോക്സിലൊക്കെ ആളുകൾ പറയും ഇത്ര നാൾ എവിടെയായിരുന്നു. ആ ഒരു ചോദ്യം താങ്കൾ നേരിടേണ്ടി വരുമല്ലോ, എന്താണ് അവർക്കുള്ള മറുപടി? ഇത്ര നാൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് സമൂഹത്തിലെ പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്തുമായിക്കോട്ടെ ആരും അത് മൈൻഡ് ചെയ്യില്ല. സമൂഹത്തിൽ ഒരു പെൺകുട്ടിക്ക് ഒരു കേടുപാട് സംഭവിച്ചാൽ നമ്മുടെ സമൂഹം തന്നെ അവരെ തിരസ്കരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ സാഹചര്യത്തിൽ വീട്ടിലായാലും സമൂഹത്തിലായാലും അവളുടെ നിലനിൽപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇത് ഉള്ളിലൊതുക്കാനാണ് മിക്ക കുട്ടികളും വിചാരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ സംഭവിച്ച അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിടുന്ന പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹം നമുക്കുണ്ടെങ്കിൽ ഏതൊരു പെൺകുട്ടിയും ധൈര്യത്തോടെ എനിക്ക് ഇന്ന പ്രശ്നം ഉണ്ടായി എന്ന് വെളിപ്പെടുത്താൻ തയ്യാറാവും. അതാണ് അതിന്റെ പ്രധാന ഘടകം.
ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് സ്വന്തം വീട്ടിലെ അമ്മയോ സഹോദരിമാരോ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഈ പറയുന്ന ആരായാലും അവര് രഹസ്യമായി ആ പ്രശ്നം പരിഹരിക്കുകയോ അല്ലെങ്കിൽ തന്റെ പെങ്ങൾക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് സമൂഹത്തിലൊരു മാനക്കേട് വരരുത് എന്ന രീതിയിൽ പെരുമാറുന്ന സമൂഹമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു പെൺകുട്ടിയും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പം അത് ഗുരുതരമാണെങ്കിൽ പോലും ഉള്ളിലൊതുക്കി സങ്കടങ്ങൾ സ്വയം സഹിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനും അങ്ങനെയായിരുന്നു. പല ഭയപ്പാടുകളും ഉണ്ട്. ഇവർക്കെതിരെ പറയുമ്പോൾ ഇവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ, വീട്ടിലെ വിഷയങ്ങൾ ഉണ്ടാക്കുമോ, സമൂഹത്തിലെ സാധ്യതകളൊക്കെ വിചാരിക്കും. പക്ഷെ ഇന്നിത് തുറന്നു പറയാനുള്ള ധൈര്യം, ഞാൻ ഇങ്ങനെയൊക്കെ ആയി, എന്നെ ഇങ്ങനെയൊക്കെ പലരും പ്രശ്നം ഉണ്ടാക്കി എന്ന് അറിഞ്ഞിട്ടും എന്റെ ഭർത്താവ് തരുന്ന ആത്മവിശ്വാസവും തന്റേടവും ധൈര്യവുമാണ് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. അങ്ങനെ എല്ലാവരും ഇടപെടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കൈപിടിച്ചുയർത്താൻ നല്ല ആത്മവിശ്വാസവും സ്നേഹവും കരുതലുമുള്ള സമൂഹം ഉണ്ടെങ്കിൽ ആരും ഇത് ഏത് നിമിഷവും വെളിപ്പെടുത്താൻ റെഡിയാവും.